ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിക് സിസ്റ്റം ഡിസൈൻ ബൈ നീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് XS3 കോഡാണ്. XS3 കോഡ് ഈസ് എ 4-bit കോഡ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ അൺവെയ്റ്റഡ് കോഡ്. എന്താണ് അൺവെയ്റ്റഡ് കോഡ് എന്ന് പറയുന്നത്? അൺവെയ്റ്റഡ് കോഡ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് പൊസിഷണൽ വെയ്റ്റ്സ്. അതായത് 4-bit പൊസിഷൻ ആയിരിക്കും ഒരു XS3 കോഡിന് ഉണ്ടായിരിക്കുക, 4 bits ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ കോഡിന് കറസ്പോണ്ടിങ് 4 bit ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 4-bit പൊസിഷൻസിൽ നമ്മൾ വെയ്റ്റ്സ് ഒന്നും അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളൊരു കോഡാണ് XS3 കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കൊരു XS3 കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക? XS3 കോഡ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം BCD കോഡ്. BCD നമുക്ക് അറിയുന്ന കോഡാണ്. BCD എന്ന് പറയുന്നത് എന്താണ്? BCD ഈസ് ഓൾസോ എ 4-bit കോഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ദ 4-bit ബൈനറി ഓഫ് ദ ഡെസിമൽ സിമ്പിൾസ് 0 to 9. 0 മുതൽ 9 വരയ്ക്കുള്ള ഡെസിമൽ സിമ്പിൾസിൻ്റെ 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് BCD എന്ന് പറയുന്നത് അല്ലേ. അതായത് 0 ആണെങ്കിൽ 0000 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ 9 ആണെങ്കിൽ 1001 വരയ്ക്കാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതായിരിക്കും നമ്മുടെ BCD കോഡ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ BCD കോഡിന് കറസ്പോണ്ടിങ് XS3 കോഡ് കാണണമെങ്കിൽ ജസ്റ്റ് വി ഹാവ് ടു ആഡ് 3 വിത്ത് ദ BCD. അതായത് 0011. 3 മീൻസ് 0011. ഓക്കെ, നമുക്ക് ഒരു പെർട്ടിക്കുലർ BCD കോഡിൻ്റെ കൂടെ 0011 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു BCD കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് XS3 ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ വാട്ട് വി ഹാവ് ടു ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ ഡെസിമൽ ഇൻ ടു BCD. ഓക്കെ, ഒരു ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് XS3 കാണണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ ഡെസിമൽ ഇൻ ടു BCD ആൻഡ് ദെൻ ആഡ് 3 വിത്ത് ദ BCD. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. ഈ ഒരു ടേബിളിൽ 0 to 9 വരയ്ക്കുള്ള ഡെസിമൽ സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡാണ് ഞാനിവിടെ ഓൾറെഡി കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പെർട്ടിക്കുലർ BCD കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കോഡ് എന്താണ് വരുന്നതെന്നാണ്. ഓക്കെ, വി നോ ദാറ്റ് വി ഹാവ് ടു ആഡ് 0011 വിത്ത് ഈച്ച് BCD കോഡ് ടു ജനറേറ്റ് ദ കറസ്പോണ്ടിങ് XS3 അല്ലേ. അപ്പോൾ നമുക്ക് 0000ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കിട്ടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു 0000 പ്ലസ് 0011. Okay, then we will get 0011 itself. Okay, then 0000 എന്നുള്ള BCDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 is 0011. Okay, then next കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 എങ്ങനെ കാണും? 0001 plus 0011. Then 0, here I carry 0, 1 and 0. Then the code is 0100. Next code is 0010. Then 0010 plus 0011. Then 1010, that is 0101. ഓക്കെ, അതേപോലെ നമുക്ക് ഓരോ പെർട്ടിക്കുലർ BCD കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കാണാൻ പറ്റും. വി ഹാവ് ടു ആഡ് 0011 വിത്ത് ദ കറസ്പോണ്ടിങ് BCD. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വി ഹാവ് കംപ്ലീറ്റഡ് ദ XS3 കോഡ്സ്. വി ക്യാൻ സീ ദാറ്റ് ദ 0 ഇൻ ഡെസിമൽ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ BCD ആസ് 0000. ദാറ്റ് ഈസ് ദ 4-bit ഡയറക്റ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ. ഇവിടെ നിങ്ങൾ XS3 കോഡ് നോക്കുകയാണെങ്കിൽ 0 എന്നുള്ളത് XS3യിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? 0011. Okay, it is an unweighted code. It can just generate by adding a 3 with the BCD. Okay, നമുക്ക് വെയ്റ്റ്സ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല XS3 കോഡിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അൺവെയ്റ്റഡ് കോഡ്. വി ക്യാൻ ക്രിയേറ്റ് ആൻ XS3 കോഡ് ഫ്രം BCD കോഡ് ബൈ ആഡിങ് 0011 വിത്ത് ദ കറസ്പോണ്ടിങ് BCD. ഓക്കെ, ദെൻ XS3 കോഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ സെൽഫ് കോംപ്ലിമെൻറ്റഡ് കോഡ്. സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് XS3 കോഡ്. സെൽഫ് കോംപ്ലിമെൻറ്റിംഗ്. എന്താണ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് എന്ന് പറയുന്നത്? സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ കോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. ഓക്കെ, ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദ ലാസ്റ്റ് കോഡ്. ദ ഫസ്റ്റ് കോഡിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് വിൽ ബി ദ ലാസ്റ്റ് കോഡ്. ദ സെക്കൻഡ് കോഡിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് വിൽ ബി ദ സെക്കൻഡ് ലാസ്റ്റ് വൺ. ഓക്കെ, നമുക്കത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് 0011 അല്ലേ. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 0011 ആണ്. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടുമ്പോൾ എന്താ വരിക? 1100 ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് കോഡ്. ഓക്കെ, അതായത് ഫസ്റ്റ് കോഡ് ആൻഡ് ലാസ്റ്റ് കോഡ്സ് ആർ കോംപ്ലിമെൻറ്റ്സ്. ദെൻ ദ സെക്കൻഡ് വൺ കൺസിഡർ ചെയ്യുക 0100. 0100 നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് വരിക? 1011 ആണ് അല്ലേ. 1011 ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ. ഓക്കെ, ദെൻ ദീസ് കോഡ്സ് are complement. Then the next one 0101 and its complement is 1010 and it is here. Okay,
ദെൻ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കുക 0 1 1 0 അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് വരിക 1 0 0 1 ആണ് 1 0 0 1 ആണ് ഓക്കെ ദെൻ ഇവിടെയും നമുക്കൊരു കോംപ്ലിമെൻറ്റ് അവൈലബിൾ ആണ് ദെൻ നെക്സ്റ്റ് വൺ 0 1 1 0 അതിൻ്റെ കോംപ്ലിമെൻറ്റ് വരുന്നത് 1 0 0 0 ഓക്കെ സോ ഇറ്റ് എക്സിബിറ്റ് ദ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു പോയിൻറ്റും കൂടി ഉള്ളത് നമ്മുടെ XS3 കോഡ് എന്ന് പറയുന്നത് അൺവെയ്റ്റഡ് കോഡാണ് XS3 കോഡ് ഈസ് ദ ഓൺലി വൺ unweighted code that exhibit the self-complementing property. അൺവെയ്റ്റഡ് കോഡ്സ് നമ്മൾ അതിനകത്ത് ഗ്രേ കോഡ്സ് അതുപോലെയുള്ള കോഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ അൺവെയ്റ്റഡ് കോഡ്സിൽ XS3 കോഡ് മാത്രമാണ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഓക്കെ പക്ഷെ നമ്മൾ വെയ്റ്റഡ് കോഡ് നോക്കുകയാണെങ്കിൽ വെയ്റ്റഡ് കോഡ്സിൽ പല കോഡ്സും സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വെയ്റ്റഡ് കോഡ്സിനകത്ത് സെൽഫ് കോംപ്ലിമെൻ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോഡാണോ അല്ലയോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതായത് നമുക്ക് നോക്കാം അതൊരു വെയ്റ്റഡ് കോഡാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക കറസ്പോണ്ടിങ് വെയ്റ്റ്സ് ഓരോ പൊസിഷൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ്സിനെ W3 W2 W1 ആൻഡ് W0 എന്ന് മാർക്ക് ചെയ്യണം അതായത് 4 ബിറ്റിൻ്റെ ഒരു വെയ്റ്റഡ് കോഡാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഓരോ പൊസിഷൻ്റെ വെയ്റ്റ്സിനെ ഞാൻ W0 W1 W2 W3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇഫ് വി ആഡ് ദീസ് വെയ്റ്റ്സ് ആൻഡ് വി വിൽ ഗെറ്റ് 9 then it means that it is a self complemented code അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ വെയ്റ്റ്സ് കൺസിഡർ ചെയ്യുക ആ വെയ്റ്റ്സ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ കറസ്പോണ്ടിങ് കോഡ് ഈസ് സെൽഫ് കോംപ്ലിമെൻറ്റഡ് കോഡ് ഓക്കെ ഇനി നമുക്ക് ഇത് വെയ്റ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 9 ദെൻ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈസ് ദ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി ഓക്കെ അപ്പോൾ വെയ്റ്റഡ് കോഡ്സിൻ്റെ കേസിൽ മാത്രം നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു കോഡ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അപ്പോൾ സെൽഫ് കോംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ 2421 കോഡ് 2421 കോഡ് കൺസിഡർ ചെയ്യുക 2421 കോഡിനകത്ത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക 2 + 4 + 2 + 1 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 9 ഓക്കെ 2421 കോഡ് എഴുതി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സെൽഫ് കോംപ്ലിമെൻറ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കോഡാണ് ബട്ട് 8421 കോഡ് കൺസിഡർ ചെയ്യാം 8421 കോഡിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുക 8 + 4 + 2 + 1 ഈസ് ഈക്വൽ ടു 15 ആണ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് സാറ്റിസ്ഫൈസ് ദ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് പ്രോപ്പർട്ടി 8421 കോഡ് എന്ന് പറയുന്നത് BCD കോഡാണ് അല്ലേ നിങ്ങൾ നോക്കിയാലും കാണാം ഇതിനകത്ത് 0000 ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുന്ന സമയത്ത് ഫുൾ 1 ആണ് വരിക പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ okay so it is not satisfying the self complementing property okay next നമുക്കൊരു decimal to XS3 conversion നോക്കാം 36 I just want to convert this 36 into XS3 then what I have to do I have to convert this decimal number into BCD first okay then what will be the corresponding BCD 0011 3 means 0011 6 means 0110 this is the corresponding BCD then how we will convert the BCD to XS3 I have to add 3 with each BCD code okay 0011 here also I have to add 0011 then addition should be performed by using the binary addition rules 0 + 1 is equal to 1 0 0 1 0 1 1 and 0 okay this will be the XS3 code